ഓം ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം നൽപൊന്താരിൻ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരുമതിയ കരാബ്ജങ്ങളും തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. സജ്ജനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 171 തിരുജയന്തി ദിനം ഈ ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ വന്നണയുകയാണ്. ഈ വേളയിൽ ഗുരു മാഹാത്മ്യം എന്ന വിഷയം അവതരിപ്പിക്കുകയാണ്. ഗുരു എന്ന പദം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി അറിവിൻ്റെ വെളിച്ചം പകരുന്ന ചൈതന്യമാണ്. ആർഷഭാരതം ഗുരുമഹിമയെ ബോധ്യപ്പെട്ട് പുലരുന്ന സംസ്കാരമാണ്. അദ്വൈതം പരമമായ സത്യം ഒന്നേയുള്ളൂ, രണ്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന മഹിമയാണ് ഗുരു. ഈശ്വരാംശമായ മനുഷ്യനെ ആത്മീയവും ഭൗതികവുമായ അറിവ് നൽകി ധന്യനാക്കുവാൻ കർമ്മ പദ്ധതികൾ ഒരുക്കി പ്രവൃത്തി പദത്തിലെത്തിച്ച കർമ്മയോഗിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അന്ധതയിൽ അകപ്പെട്ടുകിടന്ന ജനതയെ കുളിസംഘങ്ങളുണ്ടാക്കി ശുചിത്വം ശീലിപ്പിച്ചു. ആത്മീയ ജ്ഞാനത്തിൽ നിന്നും അകറ്റപ്പെട്ട ജനതയെ അരുവിപ്പുറത്ത് 1888 ശിവരാത്രി നാളിൽ ശിലയോട് ശില ചേർത്ത് അഷ്ടബന്ധങ്ങളില്ലാതെ സ്വന്തം തപശക്തിയുടെ അഷ്ടബന്ധത്തിൽ ശിവചൈതന്യത്തെ ശിലയായി ഉറപ്പിച്ചു. ഈശ്വരൻ്റെ ചൈതന്യകരങ്ങൾ വിളയാടിയ ശിവപ്രതിഷ്ഠ. അഷ്ടബന്ധം കാച്ചിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരോടും വൈദ്യന്മാരും ഗുരുവിനോട് അഷ്ടബന്ധം ഒഴിക്കേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അത് ഉറച്ചുപോയല്ലോ എന്നായിരുന്നു ഗുരു ഉച്ചരിച്ചത്. ഗുരു പ്രതിഷ്ഠിച്ച ആ ശിലയ്ക്ക് ഇന്നോളം മറ്റൊരു അഷ്ടബന്ധം വേണ്ടി വന്നിട്ടില്ല എന്ന സത്യം അറിയുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോകുന്നത്. 137 വർഷങ്ങൾക്കിപ്പുറവും യാതൊരു ഇളക്കവും കൂടാതെ ശിലയോട് ശില ചേർന്ന് ഗുരുവിൻ്റെ ശിവ ഇന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അശരണർക്ക് ആലംബമായി നിലകൊള്ളുന്നു. പരുപരുത്ത പാറയിൽ പച്ചിലച്ചാറ് കൊണ്ട് അന്ന് ഗുരു കോറിയിട്ട മന്ത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗാനഗന്ധർവനായ യേശുദാസ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട വരികൾക്ക് ശബ്ദമേയിക്കൊണ്ട് തന്നെയാകുന്നു എന്നറിയുമ്പോഴത്തേക്കും ആ വരികളുടെയും മഹത്വം നമ്മളെ കോൾമയർ കൊള്ളിക്കുന്നതാണ്. മരുത്വാമലയിലെ കഠിന തപസ്സിനു ശേഷം തൻ്റെ മോക്ഷപ്രാപ്തിക്ക് കാത്തു നിൽക്കാതെ കർമ്മയോഗിയായി പാവപ്പെട്ട തൻ്റെ കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രവർത്തിച്ച, അവരുടെ ദീനങ്ങൾ അകറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി കർമ്മ പദ്ധതികൾ ഒരുക്കിയ മഹാഗുരുവാണ് ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു രചിച്ചതുപോലെ തട്ടിത്തട്ടിപ്പെരുക്കിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മധുരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. അങ്ങനെ അന്ധതയകറ്റി ജ്ഞാനനദിയിൽ മുഴുകി ജ്ഞാനനദിയിൽ കുളിച്ച് അവരെ ആത്മജ്ഞാനത്തിൻ്റെ ഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച കർമ്മയോഗിയാണ് ഗുരുദേവൻ. മാനവരാശിയുടെ ഉയർച്ചയ്ക്ക് ഉതകുന്ന 8 ലക്ഷ്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടകർക്ക് ശരണമന്ത്രങ്ങളായി നൽകിയത്. ആധ്യാത്മികവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. മനുഷ്യ മനസ്സുകളിലെന്ന പോലെ മണ്ണിൻ്റെ മാറിലും നന്മയുടെ വിത്തുകൾ വിളയിച്ച ഋഷീശ്വരനാണ് ഗുരു.
കൃഷി മാനവരാശിയുടെ നട്ടെല്ലാണ്. ഫലവൃക്ഷങ്ങൾ നടണം, ഫലവുമായി തണലുമായി മഹാഗുരുവിൻ്റെ വചനങ്ങളാണ്. ഉത്സവങ്ങളിലും ആഘോഷവേളകളിലും ജ്ഞാനികളായവരെ കൊണ്ട് പ്രഭാഷണം നടത്തിക്കണമെന്നും കച്ചവടത്തെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള പ്രദർശനങ്ങൾ നടത്തി ബോധമുള്ളവരെ ജനങ്ങളാക്കി മാറ്റണമെന്നും ഗുരുവിൻ്റെ കൽപ്പനകളായിരുന്നു. വ്യാസമഹർഷിയുടെ ബ്രഹ്മസൂത്രത്തിന് ശേഷം 24 സൂത്രങ്ങളിൽ വേദാന്ത സൂത്രം രചിച്ച സൂത്രകാരനായ ഋഷിയാണ് ഗുരു. വേദസാര സംഗ്രഹങ്ങളായ 64ഓളം കൃതികൾ രചിച്ചു നൽകി. വിജ്ഞാനം താനേ വരികയില്ല, യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നരുളി. ക്ഷേത്രങ്ങളോട് ചേർന്ന് നല്ല പൂന്തോട്ടവും വായിക്കുവാൻ നല്ല പുസ്തകങ്ങളും ഉണ്ടാകണം എന്നതും ഗുരുമൊഴിയാണ്. സംസ്കൃത ഗ്രന്ഥമായ ശ്രീനാരായണ ധർമ്മം എന്ന ആത്മാനന്ദ സ്വാമികൾ എഴുതിയ കൃതി ഗുരുവിൻ്റെ മൊഴികളാണ്. ശ്രീനാരായണ തീർത്ഥർ അത് തർജ്ജമ ചെയ്തിരിക്കുന്നു. ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥത്തിൽ 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ നാമകരണം, അന്നപ്രാശം, വിദ്യാഭ്യാസം, വിവാഹം, മരണാനന്തര ചടങ്ങുകൾ വരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന കലിയുഗത്തിൻ്റെ സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. ഗുരു രചിച്ചു തന്ന ഭാര്യാധർമ്മത്തിൽ ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി, ആ സമൂഹവും നന്നായി. എന്തുകൊണ്ടെന്നാൽ സാമ്പത്തികമായി ഏറ്റവും കഴിവുള്ളവർ സ്ത്രീകൾ തന്നെയാണെന്ന് ഗുരു കണ്ടെത്തിയിരുന്നു. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയം ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ. ഈ ഗുരുവചനം ഇന്ന് വളരെ പ്രസക്തമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിയ ഗുരു വിധവകളായ സ്ത്രീകളെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തി. സ്വന്തം മക്കളുടെ വിവാഹ കർമ്മങ്ങളിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ട വിധവകളായ സ്ത്രീകളെ കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ദേവനെ പൂജിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻനിരയിലേക്ക് കൊണ്ടുവന്നു ഗുരുദേവ തൃപ്പാദങ്ങൾ. പൂജാവിധികൾ പഠിപ്പിച്ച വിധവകളായ സ്ത്രീകളെ ഉടുത്തൊരുങ്ങി പട്ടുസാരി ഉടുപ്പിച്ച് പൂജാതി കർമ്മങ്ങൾക്ക് പ്രാപ്തരാക്കി ഗുരു. സമൂഹത്തിൻ്റെ തേജസ്സാണ് ഗുരു ചിന്തകൾ. അടിമകളെപ്പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കയർ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ രക്ഷയ്ക്കായി ഗുരുവിനെ സമീപിച്ച PK ബാവയോട് ഗുരു പറഞ്ഞത്, നാം പറയുന്നത് നിങ്ങൾക്ക് രക്ഷയാകുമോ? രക്ഷയാകും സ്വാമി. എങ്കിൽ തൊഴിലെടുക്കുന്നവരുടെ സംഘമുണ്ടാക്കുക. സംഘത്തിൻ്റെ ശക്തിയിൽ അവർ ശക്തിയുള്ളവരും സ്വതന്ത്രരുമാകട്ടെ. PK ബാവയുടെ കീഴിൽ ആലപ്പുഴയിലെ കയർ ഫാക്ടറിയിൽ ആദ്യത്തെ തൊഴിലാളി സംഘടനയ്ക്ക് ഗുരുവിൻ്റെ ആശീർവാദത്തോടുകൂടി തുടക്കമായി. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആലപ്പുഴ എന്ന പേരിൽ 1920 ലേബർ പാർട്ടി രൂപീകൃതമായി. സംഘേ ശക്തി കലൗ യുഗേ, കലിയുഗത്തിൽ സംഘടനയിൽ കരുത്താർജിക്കാനേ കഴിയൂ എന്ന വേദവാക്യത്തെ അന്വർത്ഥമാക്കിയ ഗുരു സംഘടന കൊണ്ട് ശക്തരാകുവാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. SNDP യോഗത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 1ാം വാർഷികത്തിൽ വനിതാ സംഘടനയ്ക്ക് രൂപം നൽകി. 40ഓളം ക്ഷേത്രപ്രതിഷ്ഠകൾ മാനവരാശിക്കായി നൽകിയ ഗുരു കാരമുക്കിൽ ജ്ഞാനമായ ദീപവും പ്രതിഷ്ഠ ചെയ്തു. മുരിക്കുംപുഴ കാളകണ്ഠേശ്വരത്ത് സത്യം, ധർമ്മം, ദയ എന്ന മൂല്യങ്ങളെ ദൈവമാക്കി പ്രതിഷ്ഠിച്ചു. ഓങ്കാരേശ്വരത്ത് പ്രണവ പ്രതിഷ്ഠ ചെയ്ത് മനുഷ്യജന്മത്തിന് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പരബ്രഹ്മ പ്രാപ്തരാക്കി. ശിവൻ ഒരു മൂർത്തി മാത്രമല്ല, ജീവനാണ് അഥവാ ഊർജമാണ് എന്ന് ഗുരുദേവ കൃതികളിലൂടെ നമ്മളെ അറിയിച്ചു. ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ ത്യാഗം കൊണ്ട് ജീവിതാനന്ദം അനുഭവിക്കുന്ന നമ്മൾ
ഗുരുവിൻ്റെ രചനകളോ ദർശനങ്ങളെയോ വേണ്ടവിധം ഇനിയും പഠിക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീനാരായണ ധർമ്മത്തിൽ അരുതേ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ഗുരുവാക്യം 2 കാര്യങ്ങളിലാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നതും മദ്യം അരുത്, ഉണ്ടാക്കരുത്, വിൽക്കരുത്, അത് ഉപയോഗിക്കരുത് എന്നതും. ബുദ്ധിയേർ വൈകല്യജനകം മദ്യം, നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് മദ്യം എന്ന് ഗുരു ഊന്നിപ്പറഞ്ഞു. മദ്യത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരു സമൂഹത്തിന് മാത്രമേ രക്ഷപ്പെടാനാവുകയുള്ളെന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് മാത്രമേ ഉയർച്ചയുണ്ടാവുകയുള്ളെന്നും മഹാഗുരു കണ്ടിരുന്നു. ഇന്നത്തെ തലമുറയും ഇന്നത്തെ യുവാക്കളും കൂടുതൽ ലഹരിയിലേക്ക് പോകുമ്പോഴത്തേക്കും 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളെ പ്രാപ്തരാക്കുവാനായിട്ട് ഗുരുമൊഴിഞ്ഞ മണിമുത്തുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. താൻ ആരെന്നറിയാതെ ആത്മബോധത്തിൻ്റെ അഭാവം കൊണ്ടാണ് പ്രതികരണശേഷിയില്ലാത്ത അടിമകളായി മാറുന്നതെന്ന് കണ്ട് 64ഓളം കൃതികളിൽ നമ്മളെ ഉത്ബോധനം ചെയ്തു ഗുരുദേവൻ. മഹാകവി വള്ളത്തോൾ പാടിയ പോലെ പെരുത്ത നൂറ്റാണ്ടിലിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തലീശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കായി തണൽമുറ്റമേകുവാൻ. അതെ, ലോകമരുഭൂമിയിൽ വാടിത്തളർന്നു വീണ പഥികർക്ക് തണൽ നൽകി കുളിരേകുന്നതിനു വേണ്ടി പരമകാരുണികനായ ഈശ്വരൻ നൂറ്റാണ്ടുകളുടെ മധ്യത്തിൽ നട്ട കൽപ്പവൃക്ഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനെപ്പോലൊരു മഹാപുരുഷനെ ഇനി ലോകം കാണണമെങ്കിൽ ചുരുങ്ങിയത് 1000 വർഷമെങ്കിലും കാലം കാതോർത്തിരിക്കേണ്ടി വരും. മഹാത്മാഗാന്ധി വെളിപ്പെടുത്തിയത് പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളെ ദർശിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു എന്നാണ്. ഗുരുദേവ സന്ദേശങ്ങൾ ഊർജിതമായി നടപ്പിൽ വരുത്തണമെന്നും പ്രചരിപ്പിക്കണമെന്നും തൻ്റെ അനുയായികളോട് മഹാത്മജി പ്രസ്താവിച്ചു. വങ്കേശ്വരനായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയിൽ പല മഹാത്മാക്കളെയും ഗുരുക്കന്മാരെയും മഹർഷിമാരെയും കാണുവാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാനിവിടെ തുറന്നു സമ്മതിക്കുകയാണ്. മലയാളത്തിലെ ശ്രീനാരായണ ഗുരുസ്വാമികളെക്കാൾ മികച്ചതോ പോരാ ഗുരുവിനോട് തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചക്രവാള സീമക്കും അപ്പുറത്തേക്ക് നീണ്ടിരിക്കുന്ന ആ യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം നിറഞ്ഞ് സ്വയം പ്രകാശമാനമായ ദ്യുതിയാൽ പ്രശോഭിക്കുന്ന അവിടുത്തെ തിരുമുഖവും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന CF ആൻഡ്രൂസ് എന്ന ക്രിസ്തുമത വിശ്വാസി കൂടിയായ ഒരു സന്യാസി പറഞ്ഞത്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ആ ചൈതന്യമൂർത്തി ഇന്ത്യയുടെ തെക്കേയറ്റത്ത് വിജയിച്ചരുളുന്ന ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരുമല്ല. മഹാഋഷീശ്വരന്മാർക്ക് പ്രശംസാപത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ലെങ്കിൽ പോലും അജ്ഞാനികളായ നമ്മൾക്ക് അറിവിലേക്കായി ഇതിവിടെ പകർത്തിയെന്ന് മാത്രം. ത്യാഗപൂർണനായി കർമ്മപഥത്തിലൂടെ അനുകമ്പാമൃതം ചൊരിഞ്ഞ് ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിതാനന്ദം നുകരുമ്പോൾ ഗുരു ചൈതന്യം നമ്മളിൽ വെളിച്ചമാകട്ടെ. നന്ദിയുള്ളവരായി ഋഷീശ്വരനെ നമുക്ക് ഒരിക്കൽ കൂടി സ്മരിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.